അതിന് ഞാൻ പൊട്ടിച്ചിരിച്ചു ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സായിപ്പ് വന്നിട്ട് ഫ്രം അയർലൻഡ്, ദിലീപ് സുഖമാണോ? നമ്മൾ ഇവിടെ സിനിമ കാണും, മൈ ഫ്രണ്ട്സ് ടോട്ട് മീ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി 2-3 വർഷമായിട്ട് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ ചോദിച്ചു വാട്ട്സ് എ ക്രൈം? അപ്പോൾ പുള്ളി പറഞ്ഞു ദീസ് കസ്റ്റം പീപ്പിൾ ഈസ് റൂഡ്, അത് ഞാൻ സ്വർണം കൊണ്ടുവന്നു, they catch me bad luck. അയാള് കുഴപ്പം ചെയ്തിട്ട് കസ്റ്റംസിന് തെറി, ബാഡ് ലക്ക്. കാരണം പുള്ളി പറഞ്ഞു ഇവിടെ എന്തൊക്കെ വലിയ സംഭവം നടക്കണു, ഞാൻ 2 കിലോ സ്വർണം കൊണ്ടുവന്നു, പിടിച്ചു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ പാട്ടെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിനിപ്പോൾ സത്യം പറഞ്ഞാൽ രമേശ് സാറ് ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തും ഭയങ്കര സപ്പോർട്ടിലാണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിണറായി സാറ് വന്നതിന് ശേഷവും നമുക്ക് ഭയങ്കര സപ്പോർട്ട്. കാരണം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ജയിലിൽ നമ്മളൊരു സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അത് വിത്ത് ഹീറോയിൻ ഡാൻസേഴ്സ് എല്ലാം വെച്ചിട്ട്. കാരണം ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുടെ സ്വപ്നം ജയിലാണ്. അയാൾക്ക് അതിനപ്പുറത്തെ ലോകത്തെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് അയാളുടെ സ്വപ്നം കാണാൻ അതിനകത്താണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഷൂട്ടിങ്ങിന് രണ്ടാമത് ചെന്നപ്പോൾ ഈ ആള് വന്നിട്ട് ദിലീപ് ഐ എം ഗോയിങ് ബൈ September 3rd. അടുത്ത ദിവസങ്ങളിൽ പറയുന്നത് ഭയങ്കര ഹാപ്പി, എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നമുക്ക് കാണണ്ട. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ എന്നെ നോക്കും. അപ്പോൾ ഭയങ്കര സരസമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ക്രൈം ചെയ്യുന്ന ആളുകൾ ചിലർ ക്രിമിനൽസാണ്, അവർ ഇത് ശീലമായിട്ട് അവർക്ക് ജയിലെന്ന് പറയുന്നത് റിസോർട്ട് പോലുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. അതല്ലാതെ പെട്ടുപോകുന്ന ലൈഫ് പോയ ഏത് നേരത്താണ് ഈശ്വര എനിക്ക് പറ്റിയ അങ്ങനെയുള്ള ഒരുപാട് മുഖങ്ങൾ ഞാൻ കണ്ടു. അത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ.